ടെൻഷൻ പാർക്ക്. ടെൻഷൻ പാർക്ക് എന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതിയോ ഇവിടെ വന്നാൽ ടെൻഷൻ വരുമോ എന്ന്? ഹേയ്, അങ്ങനെയല്ല കേട്ടോ. ടെൻഷൻ ഉള്ളപ്പോൾ ഇവിടെ വന്നാൽ ടെൻഷൻ ദൂരത്തൽ ബഹ്റൈൻ കടക്കും. ജോലിയില്ലാത്തവൻ്റെ അല്ലെങ്കിൽ വിസ പ്രശ്നങ്ങൾ, അതുമല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇത് എന്ത് പ്രശ്നമായിക്കോട്ടെ, ടെൻഷൻ ഫ്രീ ആക്കാനായി നിങ്ങൾ ഈ പാർക്കിലേക്ക് വന്നാൽ മതി. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ടെൻഷൻ ഫ്രീ ആക്കാം. ഇനി ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിയും ലഭിച്ചേക്കാം. ബഹ്റൈനിലെ സൽമാനിയ ഷെയ്ഖ് മുഹമ്മദ് അവന്യൂവിലെ ലുല്ലു റോഡിനടുത്തുള്ള സിഗ്നലിന് സമീപത്താണ് ടെൻഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വിശ്രമിക്കാനും അല്പം ശുദ്ധവായു ശ്വസിക്കാനും ടെൻഷൻ ഫ്രീ ആക്കാനുമെല്ലാം ബാച്ചിലേഴ്സ് കൂടുതലുമായി എത്തുന്നത് ഇവിടെയാണ്. ചുരുക്കി പറഞ്ഞാൽ ബാച്ചിലർമാരായ തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രമാണ് ഇത്. ചുറ്റും മരങ്ങളാൽ നിറഞ്ഞ ഒരു പാർക്കാണിത്. പാർക്കിൻ്റേതായ വലിയ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ അരമതിലിൽ വേലേൽക്കാതെ ഇരുന്ന് വർത്തമാനം പറയാം. ഈ അരമതിലാണ് പാർക്കിലേക്കുള്ള പ്രധാന ആകർഷണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യക്കാരും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളുമാണ് ഇവിടെ കൂടുതലായും ജോലി അന്വേഷിച്ചെത്തുന്നത്. കെട്ടിട നിർമ്മാണം മുതൽ കാർപ്പൻട്രി, പെയിൻറ്റിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും. ഏതെങ്കിലും വാഹനം പാർക്കിനടുത്തേക്ക് നിർത്തിയാൽ പ്രതീക്ഷയോടെ പാർക്കിൽ കാത്തിരിക്കുന്ന തൊഴിലാളികൾ ഓടിയെത്തും. ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായി എത്തുന്ന ഇവർ ചെറിയ പ്രതിഫലമേ ആവശ്യപ്പെടുകയുള്ളൂ. സാങ്കേതിക വിദ്യ ആവശ്യമില്ലാതെ ഏത് ജോലി ചെയ്യാനും നൈപുണ്യമുള്ളവരെ ആവശ്യമുള്ളവർക്ക് ഈ പാർക്കിലേക്ക് വരാം. ഇവിടെ നിന്നും തൊഴിലാളികളെ ജോലിക്കായി കൊണ്ടുപോകാൻ നിയമപരമായ വ്യവസ്ഥ ഇല്ലെങ്കിലും ഇപ്പോൾ ഫ്ലെക്സി വിസ സമ്പ്രദായം നടപ്പിലായതോടെ കൂടുതൽ കമ്പനികൾ ടെൻഷൻ പാർക്കിനെ ആശ്രയിക്കുന്നുണ്ട്. ദിവസവേതന വ്യവസ്ഥയിലാണ് ടെൻഷൻ പാർക്കിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾ. അതിനാൽ എല്ലാ ദിവസവും വൈകിട്ട് കൂലി നൽകുന്നതും കണക്ക് തീർത്ത് ടെൻഷൻ അവസാനിപ്പിക്കാനും ഈ പാർക്ക് പലരുടെയും ആശ്വാസ കേന്ദ്രമായി മാറുന്നു. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കാറ്റടി കൊണ്ടപ്പോൾ എൻ്റെ ടെൻഷനും കുറേയധികം മാറി. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.